ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവഞ്ച് ലവ് എന്ന സീരീസിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ സ്ഥലത്താണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഷീഷോങ്ങിൻ്റെ അടുത്ത് നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഷീഷോങ് ആണെങ്കിൽ ഉണ്ട്, അത് പിന്നെ ഞാനാണെങ്കിൽ നിൻ്റെ അടുത്തേക്ക് ഫസ്റ്റ് വന്നതിന് മറ്റൊരു റീസൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ സത്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് ചെങ്ങാണെങ്കിൽ ഷീഷോങ്ങിന് ഒരു പെൺകുട്ടിയായിട്ട് 3 വർഷമായിട്ട് റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന കാര്യം അവൻ്റെ അമ്മ വഴി അറിഞ്ഞുകൊണ്ട് തന്നെ അതല്ലേ നീ പറയാൻ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആട്ടേന്ന് ഷീഷോങ് ഷോക്കായിട്ട് നിനക്കത് ഓൾറെഡി അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ് ഓക്കെ, പക്ഷേ ഏത് പെൺകുട്ടിയായിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഇരുന്നത് എന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് വരുമ്പോൾ ചെങ്ങാണെങ്കിൽ വേണ്ട, എനിക്കത് കേൾക്കണ്ട, നിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി കേൾക്കുമ്പോഴേ എനിക്കൊരുമാതിരിയാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അവൻ ആ ഒരു വിഷയം അവിടെ മാറ്റിക്കളയുന്നുണ്ട്. പിറ്റേ ദിവസം ഈ ഒരു കാര്യമെല്ലാം ഷീഷോങ് ആണെങ്കിൽ ജിയാങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയം ജിയാങ് പക്ഷേ നീ എങ്ങനെയെങ്കിലും അവനൊരു സത്യം തുറന്ന് പറയണമല്ലോ, കാരണം പിന്നെ എപ്പോഴും അറിഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയമാകുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ എനിക്കും പറയണമെന്നുണ്ട്, എന്നാൽ അവൻ തന്നെ കേൾക്കണ്ടെന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് എന്തെയാണെന്ന് അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ട്. ജിയാങ് ആ സമയം ഒരു കാര്യം ചെയ്യും, ഇപ്പം നീ എന്തായാലും മറച്ചു വയ്ക്കാൻ പറ്റുമെങ്കിൽ അത് മറച്ചു വെച്ചില്ല, കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലതുപോലെ നോക്കിയാകുമ്പോഴത്തേക്കും ഒരു ദിവസം നീ അവൻ്റെ അടുത്ത് കാര്യം തുറന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. ഷീഷോങ്ങും ഓക്കെ എന്ന് പറയാണ്. ആ ഒരു ടൈമിലാണ് ചെങ്ങാണെങ്കിൽ അവനെ കോൾ ചെയ്തിട്ട് ഷീഷോങ്ങിൻ്റെ അടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ എനിക്ക് അയച്ചു തരാനായിട്ട് പറയുന്നത്. ആ സമയം ഷീഷോങ് നമ്മുടെ അക്കൗണ്ടോ, അതിന് ആരാ, അതിൻ്റെ ഫാമിലിയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങ് കുറച്ച് പൈസ അയച്ചു തരാൻ പറയുന്നുണ്ട്. ഷീഷോങ്ങിനാണെങ്കിൽ ഭയങ്കര പിശുക്കായതുകൊണ്ട് തന്നെ ഒരു 30 രൂപ അവ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് ജിയാങ് ആണെങ്കിൽ നീ ഇങ്ങനെ പിശുക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ് അതെന്താ, ഇതെൻ്റെ പൈസ അല്ലേ, പിന്നെ എൻ്റെ അത്ര പൈസയൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ജിയാങ് ആണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലല്ലേ, അവനാണെങ്കിൽ നിൻ്റെ അടുത്ത് ഇത്ര സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് അവൻ നിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നീയും കുറച്ച് സ്നേഹം തിരിച്ച് കാണിക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നൈറ്റ് സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെങ്ങിന് വേണ്ടിയിട്ട് ഷീഷോങ് ഒരു പാൻറ്റ് വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങ് അതിടുമ്പോഴത്തേക്കും അവന് നീളം അത് ചെറുതായിരുന്നു. അതുകൊണ്ട് ചെങ്ങ് ചോദിക്കുന്നുണ്ട് ഇതിനേക്കാളും വലിയ സൈസ് കിട്ടുമോയെന്ന്. ആ സമയം ഷീഷോങ് ഇതായിരുന്നു കടയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സൈസ്, നിനക്ക് നിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ഒരു പാമ്പിനെ വാങ്ങിച്ചെന്നപ്പോൾ 7 വർഷം അതിനെ കൊണ്ടു നടന്നല്ലോ, ഞാൻ ഒരു പാൻറ്റ് വാങ്ങിച്ചെന്നപ്പോൾ അതുപോലും നിനക്ക് ഇടാൻ വയ്യേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ ഓക്കെ ഞാനാണെങ്കിൽ ഈ ജീവിതകാലം മൊത്തം വേണമെങ്കിൽ ഈ ഒരു പാൻറ്റ് ഇട്ടിരുന്നോളാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഷീഷോങ്ങിൻ്റെ അടുത്ത് പക്ഷേ ഞാൻ രാവിലെ പൈസ ചോദിച്ചപ്പോൾ നീ പറഞ്ഞു നമ്മളൊരു ഫാമിലി അല്ലാന്ന്, അതും പറഞ്ഞുകൊണ്ട് ഷീഷോ അങ്ങനെ ചെങ്ങ് എടുത്തുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്തിനാണെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഷീഷോ ആണെങ്കിൽ കമ്പനിയിൽ ഇരിക്കുന്നതാണ്. ആ ടൈമിന് അവനവൻ്റെ കമ്പ്യൂട്ടറിൽ 2 പയ്യന്മാർ ഇഷ്ടത്തിലായി കഴിഞ്ഞാൽ എങ്ങനെ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാം എന്നിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ കുറേ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് അവിടെ ഉള്ളൊരു സ്റ്റാഫ് ഒരു മീറ്റിങ്ങിൻ്റെ ഫയൽ കൊണ്ട് കൊടുക്കുന്നത്. ആദ്യമൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല, പിന്നീട് ശ്രദ്ധിച്ചിട്ട് അതൊക്കെ ഓക്കെ ആക്കി വിടുന്നുണ്ട്. അതിനുശേഷം ഷീഷോ അങ്ങ് ജിയാങ്ങിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ജിയാങ്ങിനോട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് ചെങ്ങുമായിട്ട് ഒന്ന് അടി ഉണ്ടാക്കാൻ പോലും പറ്റുന്നില്ല, കാരണം ഞാനും അവനും ഭയങ്കര സ്നേഹത്തിലാണ്, അവൻ എന്നെ എപ്പോൾ കണ്ടാലും ഇൻറ്റിമേറ്റ് ആവണം തോന്നിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയാങ് നീ എപ്പോഴും നിൻ്റെ ലവറിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കണം, അവന് വേണ്ടതൊക്കെ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഷീഷോങ് ആണെങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ എത്ര കിട്ടിയാലും അവന് മതിയാവുന്നില്ല എന്ന് പറയുമ്പോൾ ജിയാങ് ഇക്കാര്യത്തിൽ നിന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഷീഷോങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ജിയാങ് ഇപ്പോൾ പുറത്തൊരിടത്തായിരുന്നു വന്ന് നിൽക്കുന്നത്, അതായത് അവൻ്റെ ആ ഒരു ക്ലിനിക്കിലെ ടീമും എല്ലാവരും കൂടെ ചേർന്നിട്ട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ചെക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പിംഗ് പോലെ ഇങ്ങനെ നടത്തുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു അവൻ. അതിനുശേഷം ആ ഒരു തുടങ്ങുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവനെ സഹായിക്കാനായിട്ട്. ആ ഒരു സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ആ ഒരു പെൺകുട്ടി അവൾ നിൽക്കുന്നുണ്ട്. ഇതേസമയം ചെങ്ങുവും അവിടെ തന്നെ ഉണ്ടായിരുന്നു, സൈഡിലായിട്ടുള്ള ഒരു ബെഞ്ചിലിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ വന്നിരിക്കുന്ന മറ്റൊരു ലേഡി ഈ ഒരു ചെക്കപ്പ് എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങു ആണെങ്കിൽ അല്ല, ജിയാങ് ആണെങ്കിൽ ശരിക്കും ഒരു അടിപൊളി ഡോക്ടറാണെന്നൊക്കെ പറയുന്നുണ്ട്. ചെങ്ങു ആണെങ്കിൽ അവിടെ ഇരിക്കുന്നത് ആ ഒരു പെൺകുട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ ജിയാങ്ങിനോട് ചോദിക്കുന്നുണ്ട് ചെങ്ങുവിന് നിന്നെ ഇഷ്ടമാണോ എന്ന്. ആ ടൈമിൽ ജിയാങ് അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമാണെന്ന് പറയാൻ മാത്രം അവൻ എന്നെ കാണാൻ പോലും വരുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് ആ പെൺകുട്ടി ചെങ്ങു ആണെങ്കിൽ അവിടെ ഇരിക്കുന്നത് ഇവനെ ചൂണ്ടിക്കാണിക്കാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് ചെങ്ങുവിനൊരു കോൾ വന്നിട്ട് അവൻ എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജിയാങ് വർക്ക് കഴിഞ്ഞ് തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും ചെങ്ങു അവന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സ് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് ചെങ്ങു ആണെങ്കിൽ ഒരു നോട്ട് വെച്ചിട്ടുണ്ട്, എനിക്കാണെങ്കിൽ വർക്കുള്ളതുകൊണ്ട് നിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല, പക്ഷേ നന്നായിട്ട് ഫുഡ് കഴിക്കണമെന്നൊക്കെ. അങ്ങനെ അത് കാണുമ്പോഴത്തേക്കും ഇവൻ ബ്ലഷ് ആവുന്നുണ്ട്. അതിൽ നിന്ന് ഒരു സ്വീറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിനാണ് അവൻ പെട്ടെന്ന് ചെങ്ങിനെയാണല്ലോ ഇഷ്ടം എന്നൊരു കാര്യം അവൻ ആലോചിക്കുന്നത്. ഇതിവൻ തന്നെ ഉണ്ടാക്കിയെടുത്ത തിയറിയാണ്. എന്നാൽ അതാണെങ്കിൽ അവൻ്റെ ഡൗട്ടായിട്ടല്ല, അവൻ ശരിക്കും നടക്കുന്ന കാര്യമായിട്ട് വിചാരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ആലോചിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ചെങ്ങിനെയല്ലേ ഇഷ്ടം എന്നൊരു ജലസിൽ അവനത് കഴിക്കുന്ന നിർത്താണ്. പിന്നീട് അടുത്ത് ശീശു അങ്ങനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ നമ്മുടെ ജിയാങ്ങിൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. അവനിപ്പോൾ റൂഫ് ടോപ്പിൽ നിന്നിട്ട് എന്തോ വർക്കിൻ്റെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെങ്ങ് വരുന്നുണ്ട്. അങ്ങനെ കോൾ കട്ട് ചെയ്തിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് കുറച്ച് സ്വീറ്റായിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജിയാങ് വരുന്നത്. ജിയാങ് പറയുന്നുണ്ട് എൻ്റെ സ്ഥലത്ത് കിടന്ന് ഇത്ര ഷോ കാണിക്കല്ലേ എന്ന്. ആ ടൈമിലാണ് ചെങ്ങു താഴെ കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നത്. റൂഫ് ടോപ്പിൽ നിന്നുകൊണ്ട് ജിയാങ്
കാണുന്നത്. പെട്ടെന്ന് ചെങ്ങുവിനെ കാണുമ്പോൾ അവന് സന്തോഷമാവുന്നുണ്ടെങ്കിലും ചെങ്ങ് ഇവിടെ നിൽക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇവന് വീണ്ടും ജലസാവുകയാണ്. കാരണം ചെങ്ങുവാണെങ്കിൽ ചെങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവർ അവന് ലവ് ആണെന്നാണ് ഇവൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതാണെങ്കിൽ ചെങ്ങു ശ്രദ്ധിക്കുന്നുണ്ട്. ചെങ്ങുവാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ജിയാങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ജിയാങ് വരുമ്പോൾ ചെങ്ങുവാണെങ്കിൽ അവൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആ സമയം ജിയാങ് ആണെങ്കിൽ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്, ചെങ്ങുള്ളതുകൊണ്ടാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ചെങ്ങു എന്താ ഇത്രയും ദേഷ്യത്തിൽ സംസാരിക്കുന്നത്, ഇത്രയും ദിവസം ഞാൻ നിന്നെ കാണാൻ വരാത്തതുകൊണ്ടാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് തന്നെ റീസൺ, നീ എന്നെ കാണാൻ വന്നില്ലല്ലോ, ചെങ്ങുണ്ടെങ്കിൽ മാത്രമല്ലേ നീ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ, അല്ലാത്ത ദിവസം നീ ഇങ്ങോട്ട് വരാറ് പോലും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ചെങ്ങുവാണെങ്കിൽ അല്ല നീ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എങ്ങാനും എന്തിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജിയാങ് ഒന്നും പറയുന്നില്ല. ആ സമയം ചെങ്ങു പറയുന്നുണ്ട് അന്ന് രാത്രി ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല എന്ന്, അതായത് ആ എസൻസ് ഇവരുടെ മുഖത്ത് വീണിട്ട് അവർ ഇൻറ്റിമേറ്റ് ആവാൻ തുടങ്ങിയ ഒരു ദിവസം ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. ആ സമയം ജിയാങ് തിരിച്ച് പറയുന്നുണ്ട് എനിക്കറിയാമെന്ന്. എങ്കിലും അപ്പോൾ നീയാണെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നവരെ ഞാൻ ഒരിക്കലും നിന്നെ ഒന്നും ചെയ്യാൻ വരത്തില്ല എന്ന് പറയുമ്പോൾ ജിയാങ് ആണെങ്കിൽ ഓക്കെ എന്നാൽ പിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നവരെ നീ ഇവിടെ വെയിറ്റ് ചെയ്തോ, പക്ഷേ നീയാണെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമൊന്നും ഉണ്ടാകത്തില്ലല്ലോ, കാരണം നിനക്ക് എന്നെ അല്ലല്ലോ വേണ്ടത് എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ചെങ്ങു സത്യമായിട്ടും എനിക്ക് നീ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, നീ എങ്ങാനും എനിക്ക് ചെങ്ങിന് ഇഷ്ടമാണെന്ന് വല്ലതും തെറ്റിദ്ധരിച്ചിരിക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജിയാങ് ആണെങ്കിൽ പിന്നല്ലാതെ അങ്ങനെയല്ലേ കാര്യങ്ങൾ, പക്ഷേ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം, ചെങ്ങിന് ഷീഷു അങ്ങനെയാണ് ഇഷ്ടം, മര്യാദയ്ക്ക് അവൻ്റെ അടുത്തുള്ള ഇഷ്ടം അങ്ങ് മാറ്റിക്കൊള്ളാനായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചെങ്ങുവിന് ചിരിയാണ് വരുന്നത്. ആ ടൈമിൽ ജിയാങ്ങിന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. നോക്കുമ്പോൾ അവൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള മെങ്ടാവോ എന്ന് പറയുന്ന പയ്യൻ, ആ പയ്യൻ്റെ എന്തൊരു ഫോട്ടോയോ എന്തോ കാര്യങ്ങളോ അങ്ങനത്തെ ആയിരുന്നു. അത് കാണുമ്പോഴത്തേക്കും അവനാണെങ്കിൽ എന്തോ വല്ലാണ്ടാവുന്നുണ്ട്. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നേരെ ഒരു ബാറിലേക്ക് ചെന്നിട്ട് ജിയാങ് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ചെങ്ങിയും ഉണ്ടായിരുന്നു ജിയാങ്ങിനെ ശ്രദ്ധിക്കാനായിട്ട്. ജിയാങ് ഒത്തിരി ഡ്രിങ്ക് ചെയ്തെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ചെങ്ങി പതുക്കെ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മതി എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ജിയാങ് അവനെ നോക്കിയിട്ട് നിന്നെ കാണാൻ ചെങ്ങുവിനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയാണ്. ആ സമയം ചെങ്ങി ചിരിച്ചിട്ട് എന്നെ കാണാൻ സുന്ദരനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അതെ അതെ നീ സുന്ദരനാണെന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് എനിക്ക് ഇനിയും ഡ്രിങ്ക് ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. ആ ടൈമിന് ചെങ്ങു വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് തടയുമ്പോൾ ഇവനാണെങ്കിൽ അത് എൻ്റെ തെറ്റല്ല, ഞാനല്ലോ ഒന്നും ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കരയാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ ടൈമിൽ ചെങ്ങുവാണെങ്കിൽ ഇല്ലല്ലോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്ത് കാര്യമാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അവനെ എന്നിട്ട് നേരെ ചെങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് സോഫയെ കിടത്തി കഴിയുന്നതും ചെങ്ങുവിനെ പിടിച്ച് അടുത്തേക്ക് വലിച്ചിട്ട് അവൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എൻ്റെ അടുത്ത് ഇത്രയും നന്നായിട്ട് പെരുമാറുന്നതെന്ന്. ആ സമയം ചെങ്ങു ഞാൻ പെരുമാറിയ എന്താ ഇപ്പോൾ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇവ വൊമിറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ അവൻ വൊമിറ്റ് ചെയ്യുന്നില്ല, അങ്ങ് ബോധം കെട്ട് വീഴുന്നുണ്ട്. അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ജിയാങ് ഉറക്കം എഴുന്നേൽക്കുന്നതും ആലോചിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ എന്തുമാത്രം ഡ്രിങ്ക് ചെയ്തത്, ഇന്നലെ രാത്രി എന്താ സംഭവിച്ചെന്നൊക്കെ. ആ ഒരു ടൈമിന് അവന് മൈൻഡിലൊരു കാര്യം വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ വന്നിട്ട് അവൻ്റെ ബോധം പോയതിനു ശേഷം ചെങ്ങുവാണെങ്കിൽ ഇവനെ ബെഡിലേക്ക് കൊണ്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിന് ഇവൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നിട്ട് അവൻ എൻ്റെ അടുത്ത് സോറി പറയണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് ഓക്കെ സോറി എന്ന് ചെങ്ങി പറഞ്ഞിട്ട് അവനെ കിടത്തി ഉറക്കുന്നുണ്ട്. ആ സമയം അതൊക്കെ ആലോചിച്ചിട്ട് അയ്യോ ഞാൻ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ഇവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ ടൈമിന് തന്നെ ചെങ്ങി അവിടെ ഉണ്ടായിരുന്നു, അവൻ പോയിട്ടുണ്ടായിരുന്നില്ല. അവൻ വന്നിട്ട് ഞാനാണെങ്കിൽ ഇതിനൊക്കെ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴിക്കാമെന്ന് പറഞ്ഞ് ഇവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇരുന്ന് കഴിക്കുന്ന ടൈമിന് ജിയാങ് ചോദിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ കുടിച്ചിട്ട് എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞോന്ന്. ആ ടൈമിന് ചെങ്ങു നീ ആവശ്യമില്ലാത്തതായിട്ടൊന്നും പറഞ്ഞില്ല, നീ ജസ്റ്റ് എന്നെ കാണാൻ ഭയങ്കര സുന്ദരനാണ്, ഞാൻ ഭയങ്കര പൊക്കമുള്ള പയ്യനാണ്, ഞാൻ ശരിക്കും അടിപൊളിയാണ്, ഇതൊക്കെ മാത്രമേ പറഞ്ഞുള്ളൂ, സത്യം പറഞ്ഞാൽ നീ കുടിച്ചിട്ടിരിക്കുമ്പോഴാണ് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ജിയാങ് ആണെങ്കിൽ അയ്യോ കുടിക്കുന്നത് നിർത്തുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് പലതും പുറത്തു വരുമെന്ന് അവ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഷീഷോങ് ആണെങ്കിൽ ചെങ്ങിനെ വിളിച്ചുകൊണ്ട് ഷോപ്പിങ്ങിന് വരുന്നതാണ്, ഒരു ഡേറ്റിങ്ങിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്ന ടൈമിന് ഫസ്റ്റ് തന്നെ അവനെയും കൊണ്ട് ഒരു വാച്ച് വാങ്ങാനാണ് കയറുന്നത്. കപ്പിൾസ് വാച്ച്, അതായത് ഒരാളുടെ വാച്ചിൽ ടൈം നീക്കുമ്പോൾ തന്നെ മറ്റേയാളുടെ വാച്ചിലും ടൈം ഓട്ടോമാറ്റിക്കലി നീങ്ങും. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. അത് കാണുമ്പോൾ ഷീഷോ അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ചെങ്ങിൻ്റെ മുഖത്ത് റിയാക്ഷനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഷീഷോ അങ്ങ് അവന് ഇഷ്ടപ്പെട്ടില്ല, വേണ്ടാന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങി കഴിയുമ്പോൾ ചെങ്ങാണെങ്കിൽ ഞാനാണെങ്കിൽ ഒന്ന് വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ നോക്കുമ്പോൾ വാഷ്റൂം ഓപ്പോസിറ്റ് ഡയറക്ഷനായിരുന്നു. എന്നാൽ ചെങ്ങ് പോയത് ആ ഒരു വാച്ച് കടയുടെ ഡയറക്ഷനിലേക്കാണ്. ആ ടൈമിൽ ഷീഷോ അങ്ങനെ മനസ്സിലാവുന്നുണ്ട് ചെങ്ങാണെങ്കിൽ ആ ഒരു വാച്ച് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന്. അങ്ങനെ ഷീഷോ അങ്ങ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെങ്ങ് തിരിച്ചു വരുമ്പോൾ അവൻ്റെ കയ്യിൽ കവറൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയം ഷീഷോ അങ്ങ് അപ്പം നീ ശരിക്കും വാഷ്റൂമിൽ പോയതാണല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് നടന്നു പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാലായിരുന്നു ചെങ്ങിൻ്റെ കയ്യിൽ ശരിക്കും ആ വാച്ച് ഉണ്ടായിരുന്നു. അതാണെങ്കിൽ ആ ഷീഷോ ഇങ്ങനെ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഷീഷോ അങ്ങ് ശരി വാ ഇനി നമുക്ക് പോയിട്ട് ഡ്രസ്സ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ ഡ്രസ്സ് വാങ്ങാൻ പോകുന്നതിന് പകരം നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് പൂളിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഷീഷോ അങ്ങ് ചെങ്ങിനെ പിടിച്ച്
ചേർത്തിട്ട് വാമപ്പ് എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യം ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടും കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. അവിടെ വെച്ചിട്ട് വേറെ ആൾക്കാരുണ്ടെന്ന് പോലും നോക്കാതെ ഷീഷോങ്ങിനെ ചെങ്ങ് പിടിച്ച് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഷീഷോങ് പറയുന്നുണ്ട് മാറിയിരിക്കുന്നൊക്കെ. എന്നാൽ ചെങ്ങ് കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഷീഷോങ് ചെങ്ങിനെ വലിച്ച് വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് അവിടെ വെച്ച് കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിരിക്കുന്ന ടൈമിന് ഷീഷോങ്ങിന് വർക്കിൻ്റെ എന്തോ കാര്യം പറഞ്ഞ് കോൾ വരുന്നുണ്ട്. അങ്ങനെ ഷീഷോങ് എനിക്ക് കുറച്ച് വർക്കുണ്ട്, നീ വീട്ടിൽ പൊക്കോ എന്ന് പറയാണ്ട് ചെങ്ങ് ഞാനും കൂടെ വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷീഷോങ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി 12 മണിയാവുന്നുണ്ട്. ഇതുവരെ ഷീഷോങ് വീട്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെങ്ങ് അവൻ്റെ അസിസ്റ്റൻറ്റ് പയ്യനെ പിടിച്ചെത്തിയിട്ട് അവനുമായിട്ട് ഗെയിം കളിക്കുകയാണ്. ആ പയ്യൻ പറയുന്നുണ്ട് ഇപ്പോഴൊന്നും ഷീഷോങ് തിരിച്ച് വരത്തില്ല, ഞാൻ മടുത്തു, എനിക്ക് പോകണമെന്ന്. എന്നാൽ ചെങ്ങ് അവനെ വിടുന്നില്ല. ചെങ്ങ് പറയുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കമ്പനിയിൽ അവന് കുറച്ച് വർക്കുണ്ട്, അതുകൊണ്ട് തന്നെ വരുന്നത് ഒത്തിരി ലേറ്റായിട്ടാണെന്ന്. ആ ടൈമിന് അവൻ്റെ അസിസ്റ്റൻറ്റ് പയ്യൻ പറയുന്നുണ്ട് ഇനിയെങ്ങാനും കമ്പനിയിൽ വെച്ചിട്ട് അവൻ നിന്നെ ചീറ്റ് ചെയ്യുവാണെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈം അസിസ്റ്റൻറ്റ് ചിലപ്പോൾ വേറെ ആരെങ്കിലും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണില്ല, കാരണം വേറെ ആർക്കെങ്കിലും അവനടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലോ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ചെങ്ങാണെങ്കിൽ ഇവനൊന്ന് നോക്കുന്നുണ്ട്. അടി വീഴാതിരിക്കാനായിട്ട് ഇവൻ നീങ്ങിയിരിക്കുന്നുണ്ട്. എന്നാൽ അവൻ പറഞ്ഞ് കേട്ടിട്ട് ചെങ്ങിനും അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്. അങ്ങനെ അപ്പം തന്നെ അവനാണെങ്കിൽ വാ നമുക്ക് രണ്ടിനെയും കൈയോടെ പൊക്കാമെന്ന് പറഞ്ഞിട്ട് അസിസ്റ്റൻറ്റിനെയും വിളിച്ചുകൊണ്ട് ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഓഫായിരുന്നു. അങ്ങനെ അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ഈശോങ്ങിൻ്റെ ഓഫീസ് റൂമിൻ്റെ അകത്ത് അവൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ എവിടെയായിരിക്കും എന്ന് കരുതി ഇങ്ങനെ നോക്കി വരുമ്പോഴാണ് ചെങ്ങാണെങ്കിൽ ഒരു നിഴൽ കാണുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോഴാണ് ഷീഷോങ് അവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് ഷീഷോങ്ങിൻ്റെ അടുത്ത് നിന്നിട്ട് ആ ഹെഡ്ഫോൺ എടുത്ത് മാറ്റുന്നുണ്ട്. ആ ടൈമിന് ഷീഷോങ് അവൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവം മറച്ചു പിടിക്കുകയാണ്. ചെങ്ങപ്പോൾ എന്തു പറ്റി, ഞാൻ ഇത് കാണാൻ പാടില്ലേ, എന്താ സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഷീഷോങ് അത് പിന്നെ ഞാനാണെങ്കിൽ നിൻ്റെ പാമ്പിന് വേണ്ടിയിട്ട് അവന് നിൽക്കാനായിട്ടൊരു വീട് പോലെ ഇങ്ങനെ സെറ്റാക്കുമായിരുന്നു. മുമ്പ് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി തന്നു, പക്ഷെ ചെറുതായിരുന്നു അത്. ഇപ്പോൾ പിന്നെ കമ്പനിയൊക്കെ സ്റ്റാർട്ടായിട്ട് സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവന് വേണ്ടിയിട്ട് വലിയ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നോക്കി കേൾക്കട്ടെ, തടിക്കഷ്ണം, കാട്, പുല്ല് എല്ലാം ഉണ്ട്. അവന് പറ്റിയ പോലെ ഒരു ഫോറസ്റ്റ് വൈബൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ ഇവനെ ഹഗ് ചെയ്തിട്ട് സോറി ഞാനാണെങ്കിൽ ഇതിനെ തെറ്റിദ്ധരിച്ചു എന്ന് പറയുന്നുണ്ട്. ആട്ടേന്ന് ഷീഷോങ് എനിക്ക് ഇങ്ങനെ മറ്റൊരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും ഞാനാണെങ്കിൽ ഒരു അടിപൊളി ബോയ് ഫ്രണ്ട് ആവാനായിട്ട് ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചെങ്ങ് നീ ഓൾറെഡി ഒരു അടിപൊളി ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് അവനെ വീണ്ടും ഹഗ് ചെയ്യുന്നുണ്ട്. ആ ടൈമിന് അങ്ങോട്ടേക്ക് ചെങ്ങിൻ്റെ അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും ഷീഷോങ് ഏതോ ഒരു പയ്യനെ ഹഗ് ചെയ്യുന്നു. അത് ചെങ്ങാണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ എടാ കള്ള നീയാണെങ്കിൽ അവനെ ചീറ്റ് ചെയ്യുവാണല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്തോ പാറക്കല്ലോ എന്തോ സംഭവം എറിയാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ നോക്കുമ്പോഴാണ് അത് ചെങ്ങായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. സംഭവം എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ ഷീഷോങ് ചെങ്ങിനെ നോക്കുമ്പോൾ ചെങ്ങ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ വീണ്ടും ഹഗ് ചെയ്യുകയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഇട്ടുതരുന്നവരെ ബൈ.